എല്ലാവർക്കും നമസ്കാരം. നമ്മളെ പുതിയൊരുക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പൊ നമ്മൾ താണ്ടെ ഒരു മൈൻക്രാഫ്റ്റ് സർവൈവൽ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ മൊബൈലിലാണ് കളി. നിങ്ങൾ പറയുമ്പോൾ നമുക്ക് പി സി തൊട്ട് പോകാം. പി സി കുറച്ച് കാര്യങ്ങളൊക്കെ മൈൻക്രാഫ്റ്റ് ആയതുകൊണ്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ താണ്ടെ എവിടേക്കോ സ്പോണായി. നമ്മളാ ആദ്യം സ്പോണായ സ്ഥലത്ത് 2 തവണ നമ്മൾ ചത്ത്. വേറെ എവിടെയൊക്കെയോ സ്പോണായി. അതെ, അടുത്തൊരു ഇവിടെ എന്താടാ, ഇവിടെ എന്തിനൊക്കെയാ കാണുന്നുണ്ട്. അപ്പൊ നമ്മളെ ഇന്നത്തെ ഡേ ഗോൾ എന്ന് പറയുമ്പോൾ വില്ലേജ് കണ്ടുപിടിക്കുക. പറ്റിയിട്ട് വില്ലേജ് കണ്ടുപിടിക്കുക. കുറെ നോക്കിയിട്ട് കണ്ടില്ലെങ്കിൽ ഒരു വീട് നമുക്ക് വയ്ക്കാം. നോക്കട്ടെ ഇന്നത്തെ വീട്ടിൽ എന്താണ് നടക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് മൈൻക്രാഫ്റ്റ് വീഡിയോയിൽ കുറെ കാര്യങ്ങളൊക്കെ തെറ്റ് പറ്റും. എല്ലാവരും ക്ഷമിക്കുക. ഈ വീഡിയോ ആണ് എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് പവർ കാണിക്കുക. നമ്മൾ റോഡ് ടു 400 സബ്സ്ക്രൈബേഴ്സ് ആണ്. എല്ലാവരും അടിച്ച് സപ്പോർട്ട് ചെയ്യാം. നമ്മൾ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് 20 ലൈക്സ്, 20 ലൈക്കാണ് നമ്മൾ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ അടിച്ച് സപ്പോർട്ട് ചെയ്യല്ലോ എന്ന് വിശ്വസിക്കുന്ന കേസ്. അപ്പം നമുക്ക് നേരെ ഇവിടോട്ട് പോകാം. ഫസ്റ്റ് പേഴ്സണിൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാനിത് മുമ്പ് കളിച്ചൊരു ഓർമ്മയുണ്ട്. ഇവിടെ ഈശ്വര അടുത്ത എവിടെയെങ്കിലും വില്ലേജ് കിട്ടിയാൽ മതി. എനിക്ക് തോന്നണില്ല വില്ലേജ് കിട്ടുമെന്ന്. കാരണം ഇത് ഏതൊരു കാടും കാര്യങ്ങൾ ഗൈസ്. നമുക്ക് എന്തായാലും ഇവിടുത്തെ മരം വെട്ടാം. ഇത് പണ്ടത്തെ വെർഷനാണോ പുതിയ വെർഷനാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഏപ്പിക്കാണ് കേസ്. ഓക്കെ കേസ്, മരം വെട്ടട്ടെ. നമുക്ക് മരം വെട്ടാം. ഗോ 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 ഗോ. ഞാനന്ന് എൻ്റെ സെൻസിറ്റിവിറ്റി സെറ്റ് ചെയ്യണം. അതൊന്ന് പെട്ടാ ഓക്കെ ഓക്കെ നമുക്ക് ഞാൻ സെൻസിറ്റിവിറ്റി സെറ്റ് ആക്കട്ടെ. ഓക്കെ കേസ്, അപ്പം നമുക്ക് വേണ്ട ഇപ്പം 4 മരം, 4 എന്താ പറയണത്, ഓക്ലോക്ക്. ഞാൻ മറന്നു മുമ്പ് അങ്ങോട്ടാ കളിച്ച്. ഓക്കെ. ഓ ഷീപ്പ്. ബെഡ് ഉണ്ടാക്കാം. നമുക്ക് മെയിനായിട്ട് ബെഡ് ഉണ്ടാക്കണം. ബെഡ് ഉണ്ടാക്കിയിട്ട് നൈറ്റ് ആകുമ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റും. ഇല്ലെങ്കിൽ സോംബീസ് കൾട്ടറൊക്കെ നമ്മൾ അടിച്ചിരും കേസ്. നിങ്ങൾക്ക് അറിയാമെന്നുള്ള കുറച്ച് മൈൻക്രാഫ്റ്റിൻ്റെ ടിപ്സ് അറിയാമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ഇട്ടോ. എനിക്ക് റെസിപ്പിയൊക്കെ അറിയാം. വെറുതെ നമ്മൾ അത്രയ്ക്കും ചെറുതാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഓക്ക് മൊത്തം അങ്ങോട്ട് കഴിയില്ലേ. യെസ്, നമ്മൾ ഓക്ക് മൊത്തം എടുത്തിട്ടൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ, ഒരു 8 ഇതെടുത്തിട്ടുണ്ട് സ്റ്റിക്ക്. ആപ്പിൾ കിട്ടി. ആപ്പിൾ ഫുഡ് റെഡിയായി ഗൈസ്. ഇപ്പൊ മേളത്തെ എഴുതി കാണിക്കുന്ന മാറ്റി, അതൊക്കെ ഒന്ന് മാറ്റണം. നമുക്ക് അടുത്തവിടെ മാറ്റാം. അവിടെ ഒരു ഷീപ്പ് ഉണ്ടായിരുന്നല്ലോ. എന്ത് കുതിരയുണ്ട് ഇവിടെ. അവിടെ ഒരു കുതിര ഉണ്ട്. ഈ ഷീപ്പിനെ കാണാനില്ല. അപ്പോഴേ തല്ലിക്കൊന്നാ മതിയായിരുന്നു. കുതിര ഒന്നതോ പോണു. മക്കളെ വാ. ഹായ്. അടാ അയ്യോ എൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ പോയേ. എടാ നീ മിസ്സായെന്നു. പിന്നെ ഒന്ന് ഫുഡ് കൊടുത്ത് നിന്റെ അത്രേ ഉള്ളു. താങ്ക് യു. നമുക്ക് പോയിട്ട് പിന്നെ നമ്മൾ വീട് ഒരു അണ്ടർഗ്രൗണ്ടിൽ വെക്കാന്നാണ് എൻ്റെ ഉദ്ദേശം. പക്ഷെ ഇങ്ങനത്തെ ഇതിലൊന്നും വെക്കണ്ട. കാരണം ഇങ്ങനത്തെ ഇതിൽ വെച്ചിട്ട് ഉപകാരം ഒന്നുമില്ല. നമ്മൾ ഒരു വില്ലേജിൽ പോയിട്ട് വില്ലേജിൽ വലിയൊരു ഹോള്, ചെറിയൊരു ഹോൾ എടുത്തിട്ട് ആ ഒരു ഹോളിൻ്റെ അകത്തൊരു സീക്രട്ട് ബേസ് പോലെ വീട് വെച്ചാലോ എന്നാണ് ആലോചിക്കുന്നത്. ണ്ട് ഈ ഒരു സ്ക്വയർ ഷേപ്പിൽ കിടക്കുമ്പോൾ നമുക്കൊരു സർക്കിളില സ്ക്വയറില നമുക്ക് ഏതെങ്കിലും ഷേപ്പിൽ സെറ്റ് ചെയ്യാം. ഇതിപ്പോ എന്തായാലും കുറച്ച് നേരം എടുക്കും. എന്തായാലും ഷീപ്പ് ചാവടാ നീ. എനിക്ക് ഫുഡാണ് നീ എൻ്റെ. ഹെഡ് രക്ഷോടെ താഴ്ത്തടിച്ചത് 3 തോന്നണം. എനിക്കറിയാവുന്നുള്ള. എന്തായാലും നമുക്ക് പോയിട്ടൊന്ന് വില്ലേജ് കണ്ടുപിടിക്കണം. നമുക്കിപ്പോൾ വില്ലേജ് കണ്ടുപിടിച്ചിട്ട് കാണാം. വില്ലേജ് കണ്ടുപിടിക്കാൻ പറ്റുമോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇല്ലെങ്കിൽ നമുക്ക് നല്ലൊരു സ്പോട്ട് തപ്പി ഇവിടെ നമുക്ക്
വീടും കാര്യങ്ങളൊക്കെ സെറ്റാക്കാം. വില്ലേജ് കിട്ടിയ അത്ര ഓപ്പിയും കാര്യങ്ങളാണ്. നമുക്ക് എന്തായാലും ഈ ഒരു മരം വെട്ടിയിട്ട് നമുക്ക് നേരെ വില്ലേജ് തപ്പാൻ പോകും. അപ്പൊ ഗൈസ്, അപ്പൊ നമുക്ക് നേരെ വില്ലേജ് തപ്പിട്ട് വരാം. ഗൈസ്, അപ്പൊ നമ്മള് തപ്പി ഏതൊക്കെയോ ഒരു മലയുടെ മണ്ട എത്തി. നൈറ്റായി വന്ന സമയത്ത് നമ്മളൊരു ഷീപ്പിനെയും കാര്യങ്ങളൊക്കെ കണ്ട് അവനെ അടിച്ചു കൊന്ന് നമ്മൾ ഒരു ബെഡ് എടുത്തിട്ടുണ്ട്. അവൻ അടിച്ചു കൊന്നു, ബെഡ് ഉണ്ടാക്കി ഗൈസ്. അങ്ങനെ ഇപ്പൊ നമ്മൾ കണ്ടേ രാത്രിയായപ്പോ കടന്ന് ഉറങ്ങുകയാണ്. ഇപ്പോ വില്ലേജ് ഒന്നും കാണാനില്ല. ഇനിയപ്പോ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും സെറ്റ് ചെയ്യാം. നമുക്കിപ്പോ ഈ മല എക്സ്പ്ലോർ ചെയ്യാം. വല്ല ഗോൾഡ അയണ അല്ല സ്റ്റഡി. എന്താ ഓക്കെ, എമറാൾഡ് കണ്ട് ഗൈസ്. ഓക്കെ, നമ്മൾ എമറാൾഡ് കണ്ടല്ലേ. ഇൻട്രസ്റ്റിംഗ്. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ. ഓക്കെ ഓക്കെ, നമ്മളിത് അടയാളപ്പെടുത്താൻ 2 സ്ഥലത്ത് ഇങ്ങനൊരു ചെറിയൊരു ട്രേഡ് മാർക്ക് വെച്ചിട്ടുണ്ട്. ഇവിടെ ഫുൾ കോഴി കോളുതോ അവിടെ ഒരു എമറാൾഡ്. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് അങ്ങോട്ട് മൈനിങ് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യാം. ഇവിടെ നിന്ന് ഈ ഗുഹയ്ക്കകത്തോട്ട് നമുക്ക് മൈൻ ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ താഴോട്ട് എനിക്ക് ഞാൻ പറഞ്ഞ ഒരു വീട് വയ്ക്കാം. വീട് നമുക്ക് അങ്ങോട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയിക്കാം. നമുക്ക് ആദ്യം പോയിട്ട് മൈൻ ചെയ്യാൻ വേണ്ടി പിക്കാക്സ് എടുക്കട്ടെ. പിക്കാക്സ് ഓക്കെ, നമ്മൾ ഒരു പിക്കാക്സ് എടുത്തിട്ടുണ്ട്. ഇത് വിട്ടിരിക്കട്ടെ. നമുക്ക് ബെഡും കൂടി എടുത്ത് കൂടെ വയ്ക്കുക. അഥവാ എവിടെയെങ്കിലും ചാവയാണെന്നുണ്ടെങ്കിൽ പണി വെറുതെ ഏറ്റുവാങ്ങണം. എന്തിനാണ് റീസ്പോണൊക്കെ അടിച്ച് ഇവിടെ സെറ്റ് ചെയ്യാം. നമ്മൾ ആ മൈനിങ്ങിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്തായാലും ഒളിച്ച് എടുത്ത് പോവാണ് ഗൈസ്. നമുക്ക് മൈൻ ചെയ്ത് അങ്ങോട്ട് പോകണം. കോളുണ്ടാക്കിയിട്ട് സോറി ഗൈസ്. അപ്പം നമുക്ക് ഈ കോളെടുത്താൽ സ്റ്റിക്ക് വെച്ചിട്ട് ടോർച്ച് ഉണ്ടാക്കാൻ തോന്നുന്നു ഗൈസ്. അപ്പോൾ ടോർച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ അണ്ടർഗ്രൗണ്ട് വീണ്ടും എന്തായാലും ടോർച്ച് ലൈറ്റ് ആവശ്യമാണ് ഗൈസ്. ലൈറ്റ് ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. നമുക്ക് എന്തായാലും ഓക്കെ 20 സ്റ്റോണും കാര്യം കിട്ടി. ഇനി ഇവിടെ പോയിട്ട് നമ്മളെ സ്റ്റോൺ പിക്കാക്സ് കാര്യങ്ങളൊക്കെ എടുക്കാം. സ്റ്റോൺ പിക്കാക്സ് എടുത്തു. ഈ നേരെ അയൺ പിക്കാക്സ് വേണമെന്ന് തോന്നുന്നു. എമറാൾഡ് എടുക്കണം. അതിൻ്റെ കൂടെ ഒരു കോൾ ഉണ്ടല്ലോ. ചാടേ അത്രേ ഉള്ളൂ കോള്. ഈ കോൾ എടുത്തിട്ട് ടോർച്ച് ഉണ്ടാക്കാം. അണ്ടർഗ്രൗണ്ട് വീടെന്ന് പറയുമ്പോൾ അത്രയ്ക്ക് ആരും മെന കാണൂല. നമുക്ക് ഇവിടെ നിന്ന് ഇവിടെയുള്ള കുറേ മരമൊക്കെ വെച്ചെടുക്കണം. കാരണം അണ്ടർഗ്രൗണ്ട് ഒക്കെ ആകുമ്പോൾ എന്താ പറയുക, അന്തി ഇല്ലേ ഈ കോളിന്. ഓക്കെ, അന്തിയുണ്ട്. ഫൈനലി തീർന്നു. ഇനി ആ സൈഡും കൂടെ ഉണ്ട്. അതിൻ്റെ ഇവിടത്തെയും കൂടി എടുക്കാം. ഇതിൻ്റെ ഇടയിലൊക്കെ ഓക്കെ. നമ്മളെവിടെയാണ് പറഞ്ഞു നിർത്തിയ ഇവിടുത്തെ മരം വെട്ടി കുറേ എടുക്കേണ്ടി വരും. ഈ സ്റ്റോണൊക്കെ എടുക്കേണ്ടി വരും. നമ്മളാരും വലിയ ആരും മെനയിൽ ചെയ്യണില്ല. പിന്നെ നമുക്ക് പയ്യെ ഓരോരോ സാധനങ്ങൾ കിട്ടിയിട്ട് ചെയ്യണം. ചെറുതാണ് ഗൈസ്. ഇത് എത്രത്തോളം സക്സസ് ആകുമെന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് ടൈമാണ് ഈ ഒരു അണ്ടർഗ്രൗണ്ട് സീക്രട്ട് ബേസ് ഒക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് മുമ്പ് കളിച്ചപ്പോൾ. അണ്ടർഗ്രൗണ്ട് ഹോമൊക്കെ എന്ന് പറയുമ്പോൾ ഇതൊരു നമുക്ക് വച്ച് നോക്കാം. ഓക്കെ. ഇവിടെ ലോട്ടറി അടിച്ചാട്ടോ. ഇവിടെ ലോട്ടറി അടിച്ചു. നമുക്ക് എന്തായാലും കോള് പൊട്ടിച്ചെടുക്കട്ടെ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഒരു കാര്യം ചെയ്യാം. ഇവിടുത്തെ കോളെല്ലാം പൊട്ടിച്ച് അയണൊക്കെ എല്ലാം സെറ്റാക്കി. ഇപ്പം തന്നെ എത്ര കോളായി? 24 കോളാടാ. നൈസ്. നമുക്ക് സ്റ്റോണും കാര്യങ്ങളൊക്കെ നമ്മളല്ലേ.
ഓക്കെ, അത്യാവശ്യമുള്ള സ്റ്റോണായി ഫർണീസൊക്കെ സെറ്റാക്കാം. നമുക്ക് എന്തായാലും വീട് സെറ്റ് ചെയ്യണം. വീട് സെറ്റുള്ള സ്ഥലം പോയി നോക്കിയിട്ട് വരാം. ഷീപ്പ നീ ഇപ്പം രക്ഷപ്പെട്ട്, ഇപ്പം നീ ടൈമില്ല, പിന്നെ ഞാൻ എടുത്തോളാം കേട്ടോ. ഇവിടേക്ക് എമറാൾഡ് ഓപ്പണിങ് വരണമെങ്കിൽ എന്തായാലും ഇതിൻ്റെ അടി ഡയമണ്ട് വേണം. സോ നമുക്ക് ഇതിൻ്റെ അടുത്ത് തന്നെ എവിടെയെങ്കിലും വയ്ക്കാം. ഇവിടെ ഉണ്ടോ കോള്? നല്ല കോൾ മൈനിങ് ഏരിയ. ഇവിടെ സെറ്റ് ചെയ്യാം. ഇത് നല്ലൊരു സ്പോട്ട്. ഓക്കെ, സോറി, ഇടയ്ക്ക് സെറ്റാക്കാം. ഓക്കെ, റെഡിയായി. നമുക്ക് ഇവിടെ സെറ്റാക്കാം. എന്തായാലും നിങ്ങളൊത്തിരി ഓപ്പൺ സ്പേസ് അങ്ങോട്ട് പോയി. ഈശ്വരാ, അവിടെ ഒരു വില്ലേജ് ആവണേ. വില്ലേജ് 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 അല്ല, അവിടെ ഇവിടെ വയ്ക്കണോ? ഇവിടെ വേണ്ട, ഒരു പോയ സ്ഥലം ഇവിടെ സെറ്റ് ചെയ്യാം നമുക്ക്. എന്തായാലും നമുക്ക് ഇവിടെ ഹോള് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസൈനൊക്കെ സെറ്റ് ആക്കിയിട്ട് നമുക്ക് കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ കണ്ടേ വീടും കാര്യങ്ങളൊക്കെ വച്ചു ഹാഫായിട്ടുണ്ട്. കുറേ മീൻസ് ഇപ്പോൾ ഒരു 30-45 മിനിറ്റ് അങ്ങാണ്ടായി നമ്മൾ ആ ഒരു വീട് വയ്ക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പം പകുതി ആയിട്ടുണ്ട്. നമ്മൾ കുറേ ചെസ്റ്റും ഫർണീസും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടാവും. ഞാൻ എടുത്തില്ല എന്നല്ല, എടുക്കാൻ മറന്നുപോയി. അതൊക്കെ സെറ്റ് ചെയ്യണത് റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി ഗൈസ്. എന്താണ് ഇതൊക്കെ? ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഒരുപാട് അങ്ങോട്ട് പോകണ്ട, ചത്തു പോകും. ഏകദേശം അങ്ങനെ കുറേ മൈനിങ് ചെയ്തു. കുറേ മരം വെട്ടി. മരമൊന്നും ഇവിടെ നിന്ന് വെട്ടില്ല കേട്ടോ, നമ്മൾ കുറച്ച് അകത്തോട്ട് വെട്ടി കേട്ടോ. ഇതാണ് നമ്മളിപ്പോൾ വീട് കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്റ്റെപ്പ് പോലെ വയ്ക്കണം കേട്ടോ ഗൈസ്. നമുക്ക് ഇവിടെ ഒരു സ്റ്റെപ്പ് പോലെ വയ്ക്കണം ഗൈസ്. നമ്മൾ ആക്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആക്സൊക്കെ പൊട്ടി മരം വെട്ടി. ഓക്കെ, ഇവിടെ താഴെ കൂടെ വെച്ചെടുക്കാം. ഓക്കെ, ഇവിടെ നിന്ന് ചെറിയൊരു വീറ്റാക്ക്. ഒരു സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റെപ്പ് ഫീല് ചെയ്യണം. ഫീലില്ലെങ്കിൽ സ്റ്റെപ്പായിട്ട് തോന്നില്ല. ഓക്കെ, സെറ്റ്. ഇവിടെയൊക്കെ നമുക്ക് ടോർച്ച് വയ്ക്കാം. നമ്മളിങ്ങനെ കയറി പോകുമ്പോൾ ഇവിടുന്ന് ഓക്കെ സ്റ്റെപ്പ് നമുക്ക് ഇങ്ങോട്ടായിട്ട് മാറ്റി. ഇവിടെ ഓക്കെ, സ്റ്റെപ്പ് റെഡി. ഇത് പൊളിച്ച് ഈ സ്റ്റെപ്പൊക്കെ പൊളിച്ച് കാട്ടി കളയണം. ക്ഷമിക്കണം, കാര്യം ചെയ്തു. പിന്നെ വന്ന് പൊട്ടിക്കാം. നമുക്ക് വീട് കാണിച്ചു തരാം. നൈറ്റായി വരുന്നുണ്ട്. ഈ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ കയറുമ്പോൾ ഇവിടെ നിന്നൊരു സ്റ്റെപ്പ്, ഈ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങുമ്പോൾ നമ്മൾ അണ്ടർഗ്രൗണ്ട്. ഇവിടെ ഒരു ബെഡ്, ഇവിടെ ഒരു 6 ഫർണീസ്, കുറേ ചെസ്റ്റ്, പിന്നെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് ഇത്രയും ഗ്ലാസ് ഇട്ട് മൂടണം. ഇവിടെ ഇത്ര ഓപ്പൺ ആക്കിയിട്ട് ഇവിടെ മേളിൽ അത്ര സാൻഡ് ഇട്ട് ഗ്ലാസ് ഇട്ട് മൂടണം. നൈറ്റായി വരുന്നത് പക്ഷെ നമുക്ക് കിടന്നുറങ്ങാം. എന്നിട്ട് ഇതിൻ്റെ അടിയിൽ ഈ ചെറിയൊരു ഒരു ഫ്ലോറ് ഒരു 2 ബ്ലോക്ക് താഴോട്ട് മെയിനാക്കി പോയിട്ട് 2-3 സ്ട്രെയിറ്റ് ഡിഗ് ചെയ്തിട്ട് അവിടെ ഇനി ഒരു നിലയും കൂടി സെറ്റ് ചെയ്തിട്ട് അവിടെ ഈ ബെഡ് ഇങ്ങനത്തെയൊക്കെ വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. ബെഡല്ല, സോറി, സീഡ് ഫാംസ് അങ്ങനത്തെ സെറ്റപ്പ് ചെയ്യാമെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നത്. നടക്കില്ലെന്ന് അറിഞ്ഞുകൂടാ. ഇനി നമുക്ക് സാൻഡ് കണ്ടുപിടിക്കണം ഗൈസ്. നമുക്ക് നമ്മളതിൽ ഉള്ള ഇത് വെച്ചിട്ട് നമുക്കൊരു ആക്സ് ഉണ്ടാക്കട്ടെ. ആക്സ് നമുക്ക് സ്റ്റോൺ ആക്സിന് ഉണ്ടാക്കാം അല്ലേ? ഓക്കെ, സ്റ്റോൺ ആക്സ് ഉണ്ടാക്കി ഗൈസ്. നമ്മൾ സ്റ്റോൺ ആക്സ് ഉണ്ടാക്കി. ഇനി നമുക്ക് ഇതത്രയും ഓക്കെ ഫുഡ് അടിക്കട്ടെ. ഫുഡ് നമുക്ക് അടിക്കാം. ഫുഡിൻ്റെ ആവശ്യം ഉണ്ട് മെയിനായിട്ട്. ഫുഡില്ലെങ്കിൽ ഒന്നും നടക്കൂല.
അവിടെ ഇവിടെ എടുത്ത് പോയെന്നില്ല. അയ്യോ പന്നിക്കുട്ടി, അവിടെ പന്നി. പന്നീനെ കൊന്നു. കോഴിനൊക്കെ ഒറ്റ അടി കൊല്ലാം നമുക്ക്. ആക്സ് ഉള്ളതുകൊണ്ടാണ് ഒറ്റയടി കൊല്ലാം. നമുക്ക് ഇനി സാൻഡ് തപ്പി തപ്പി പോവാം. ഇവിടെ എവിടെയോ സാൻഡ് ഉണ്ട് ആക്ച്വലി. തൊട്ടുപോടാ. ഓ ഇപ്പൊ കുഴി വീണ് പടമായാലോ. നമ്മൾ വച്ചതിനോട് മൊത്തം കുഴിയാണ്. നോക്കി നടന്ന് കുഴി വീണ് ചാവാൻ സാധിച്ചു. ഇതെടുത്ത് സൈഡിൽ വെച്ചാലോ ഒരു. ഓക്കെ നോക്കാം. ഓ സാൻഡ് കണ്ടുപിടിച്ചു ഗൈസ്. അയ്യോ ഷവലുണ്ട്. അയ്യോ ഷവലുണ്ടാക്കിയില്ല നമ്മള്. ഷവലുണ്ടാക്കിയില്ല ഗൈസ്. അപ്പൊ സീനില്ല. തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ ഷവലുണ്ടാക്കിയില്ല. നമ്മളൊരു ആവശ്യത്തിന് കോളുണ്ട്. ഉള്ള കോള് വെച്ച് നമുക്ക് സാൻഡ് ഉണ്ടാക്കാൻ. എന്നിട്ട് ബാക്കി വീണ്ടും മൈൻഡ് ചെയ്യാം. അവിടെ സാമയൊക്കെ ജീവിച്ചു പോട്ടെ. ഇറച്ചിയൊക്കെ കഴിച്ചിട്ട് പോലീസ് പിടിക്കാനാണ് ഗൈസ്. സ്റ്റോൺ അത്രയും പറക്കിയിട്ട് കാണാം. വെയിറ്റപ്പെട്ട ആയിഷ് സ്റ്റോൺ എടുത്ത് സ്റ്റോൺ അല്ലല്ലോ സാൻഡ്. കേസ് നമുക്കിത് ഇത്ര കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാം. 64 ഒരു സ്റ്റാക്ക് നിറയെ സാൻഡ് നമ്മൾ ഇവിടെ നിന്ന് തന്നെ വാരിയെടുത്തു പോയി. ഇനി നമുക്ക് തിരിച്ച് നമ്മളെ വീടിരിക്കുന്ന സ്ഥലത്തോട്ട് പോവാം. ഈ മെയിനായിട്ട് ഇവിടെയൊക്കെ വീടിരിക്കുന്ന സ്ഥലം മറക്കരുത് ഗൈസ്. അങ്ങനെ മറക്കാതിരിക്കാൻ നമുക്ക് പൊക്കത്തോട്ട് എന്തെങ്കിലും കിട്ടണം. ബീക്കണൊക്കെ സർവൈവലിൽ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടോ. റെസിപ്പി എനിക്ക് അറിഞ്ഞൂടോ. ബീക്കണൊക്കെ നമുക്ക് നമ്മളെ ബ്ലോക്കുകൾ എങ്ങനെങ്കിലും നേരെ അടിക്ക് പൊക്കാം. അങ്ങോട്ടാടെ ഇങ്ങോട്ടല്ലേ. കാരണം വീട് കിട്ടില്ലെങ്കിൽ വീട് തപ്പി നടക്കേണ്ടി വരും ഗൈസ്. ചിലര് വീണ്ടും അടുത്ത വീട് വയ്ക്കേണ്ടി വരും. ഇങ്ങോട്ടാണോ? ഒക്കെ ഇങ്ങോട്ട് തന്നെ. മല എത്തി. മല ബസ് തന്നെ നമ്മൾ മെയിൻ വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് മെയിൻ. നമുക്ക് കോള് 25 മാത്രത്. 26 നമുക്ക് ഒരു സ്റ്റാക്ക് ഉണ്ടല്ലോ. അപ്പോൾ ഒരു കോളിൽ നിന്ന് എത്ര ഗ്ലാസ് കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നോക്കാം നമുക്ക് എന്തായാലും. ഈ ഇവിടുത്തെ കോൾ അത്രയും കൂടി നമുക്ക് കളക്ട് ചെയ്യാം. കളക്ട് ചെയ്തിട്ട് അവിടെ പോയി വച്ച് നോക്കാം. ഫർണേഴ്സ് വെച്ച് നോക്കാം ഗൈസ്. പക്ഷെ ഇതിപ്പോൾ എപ്പിസോഡ് 1 കാര്യങ്ങളാണ്. ഇന്ന് ഹൗസ് മേക്കിംഗ് ആണ്. അടുത്തൊരു നാളെയോ എന്നെങ്കിലും എപ്പോഴെങ്കിലും ഫ്രീ ആകുമ്പോൾ അടുത്തൊരു എപ്പിസോഡ് വരും. എന്തോന്നാണെന്ന് എനിക്കിപ്പോൾ ഉറപ്പില്ല. ഒന്നെങ്കിൽ നമ്മൾ സീഡ് ഫാം സെറ്റ് ചെയ്യണതായിരിക്കാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മുടെ ഹൗസ് തന്നെ വേറെ പുതിയ പണിയണതായിരിക്കും. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. ഇടയ്ക്കൊക്കെ സ്റ്റക്കാവും. അത് നിങ്ങൾ കാര്യമാക്കിയൊന്നും വേണ്ട. എവിടെയാടാ വീട്? വീടെത്തി. ഈ സ്റ്റെപ്പ് വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഓടിച്ചാടി കയറാം. ഇരിക്കട്ടെ, ഒരു ഭംഗിക്ക് ഇരിക്കട്ടെ കേസല്ലേ. ഫർണേഴ്സ് കൊണ്ടുവയ്ക്കാം. 42 കോള്. ഇത് സ്മെൽറ്റായി വരുമ്പോൾ ഒരു നേരം. സോ നമുക്ക് 21 ഇത് കൊടുത്തിട്ട് ഇപ്പുറത്തോട്ട് വയ്ക്കാം പകുതി. ഓക്കെ നമുക്ക് ഒരു ഗ്ലാസ് കിട്ടി. ഗ്ലാസ്സിന് കളർ ആഡ് ചെയ്യണം. എങ്ങനെയോ? ലാപ്പീസ് ആണോ? ലാപ്പീസ് എൻജോയ് ചെയ്യണില്ലേ? കളർ എങ്ങനെ ആഡ് ചെയ്യണമെന്നുണ്ട. കളർ ആഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. നമുക്ക് ഫുള്ള് ബ്ലാക്ക് അടിക്കായിരുന്നു അല്ലേ? കുഴപ്പമില്ല. കേറാത്ത. ഓക്കെ നമ്മളെ ഹെഡ് ഇവിടം വരെ ഒന്നായി ഇടിക്കും. നമ്മളെ ഹെഡ് ഇടിക്കാത്ത രീതിയിൽ വേണം നമുക്ക് വയ്ക്കാൻ. ഇതിപ്പോൾ വച്ച തുറക്കാൻ പറ്റുമോ? യെസ്, തുറക്കാൻ പറ്റും. അല്ലെങ്കിൽ അയ്യോ ഒന്ന് വേസ്റ്റ് ആയിപ്പോയി. ഒരു ഗ്ലാസ് വേസ്റ്റ് ആയിപ്പോയി.
ഓക്കെ ഞാൻ പറയാം. നമുക്ക് ഗ്ലാസ് ഇവിടുന്നൊരു ഗ്ലാസ് വെച്ചിട്ട് പൊക്കത്തുനിന്ന് ഗ്ലാസ് വെക്കണം. അയ്യോ അത് പൊട്ടിക്കേണ്ടിയിരുന്നു. എടാ ഞാൻ എന്തൊക്കെ മണ്ടത്തരവാടാ കാണിക്കണേ. കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇത് പൊക്കത്ത് വെച്ച് തന്നാൽ ബോറായിരിക്കില്ലേ? ഇങ്ങനെ തന്നെ വെച്ച് 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 പോ. മണ്ടത്തരം അല്ലാതെ വേറെ ഒന്നും കാണിക്കല്ലേ. അഞ്ച് അഞ്ചോ 8. ഓക്കെ നമുക്കിപ്പോൾ 9 ആവാളാണ്. കിഴപ്പ് മണ്ടത്തരം, പ്യൂർ മണ്ടത്തരം കാരണം അത് പോയി. മാക്സിമം നോക്കി കണ്ടുവയ്ക്കണം. ഓക്കെ 11 3 4 എടുക്കാം. 4 4 ടോട്ടൽ 15. ഓക്കെ 15 കിട്ടി. ഗ്ലാസ് 15 ആടാ നോക്കി ചെയ്യടാ. ഒന്ന് പോയി. നോക്കി ചെയ്യാത്തോണ്ട് ഒന്ന് വേസ്റ്റായി. വീണ്ടും 2 ടോട്ടൽ വേസ്റ്റായി. നീ തോന്നണില്ല ഇനിയും കോള് വേണ്ടി വരും. ഒരു കാര്യം ചെയ്യാം. ലാസ്റ്റത്തെ ഈ 2 സെറ്റിനും കൂടി ലാസ്റ്റായിട്ട് ഇത്രയും എടുക്കാം. ഓക്കെ 8 ഈ 8 കൂടി വച്ചിട്ട് നമുക്ക് പോയി മൈനിങ് ചെയ്യാം. ഓക്കെ ഹെഡ് ഇടിയോ നോക്കട്ടെ. ഇനി ഇറങ്ങി വരുമ്പോൾ ഹെഡ് ഇടിക്കണോ നോക്കും. ഒരു 8 സ്റ്റെയർസ് നമ്മളുണ്ടാക്കി. ഇപ്പോൾ സ്റ്റോണും കാര്യങ്ങളാണ് നമുക്ക്. തലയടിക്കുന്നു. ഓക്കെ തലയടിക്കും. ഇത്രയും മതി. ഓക്കെ ഗൈസ് കറക്റ്റ് 8. നമുക്ക് വെളിയിലും കൂടി വെളിയിൽ സ്റ്റെപ്പ് വയ്ക്കാൻ ആവശ്യമില്ല. ഓക്കെ കിടന്നുറങ്ങട്ടെ. ഓക്കെ ഉറക്കം എണീച്ച് നമുക്കിനി മൈനിങ്ങിന് പോവാം. നമുക്ക് മൈനിങ്ങിന് പോയി കോൾ എടുത്തിട്ട് വന്ന് എടാ സ്കെൽട്ടൻ അടിക്കണ്ട. ഞാൻ അവനെ കണ്ടു. മനപ്പൂർ അടിക്കാത്ത അടിച്ച് വെറുതെ ചാവണം. എന്തിനാണ് നമ്മൾ? നമുക്ക് അയൺ കിട്ടിയ അയൺ പിക്കാക്സ് ഉണ്ടാക്കാം. പിക്കാക്സ് അയൺ പിക്കാക്സ് ഉണ്ടാക്കിയാൽ ടോർച്ച് നമുക്ക് വേണം കേട്ടോ. നമുക്ക് നമ്മളെ വീട്ടില് ടോർച്ച് വെളിയിൽ മാത്രം ഒരു ടോട്ടൽ 4 വെളിയിൽ മാത്രം വെക്കാം. അകത്ത് വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഗ്ലാസ് ഉള്ളതുകൊണ്ട് വെളിച്ചൊടിക്കും. നൈറ്റ് നമ്മൾ അങ്ങനെ നിൽക്കൂല. അതുകൊണ്ട് സീനില്ല. ഇതൊക്കെ മെയിനാക്കി എടുക്കട്ടെ. കോള് കിട്ടണില്ലല്ലോ. കോള് തപ്പാ. വെളിയിൽ കോള് വല്ല ഇരിപ്പുണ്ടാകാൻ നോക്കട്ടെ. ഇവിടെ ഇതിൻ്റെ അകത്തുണ്ടാകാം. കോളുണ്ടോ? കോൾസ്. അരെ ബായ് കോൾ തേവോ. ഇവിടെ കോളൊന്നും കാണാനില്ലല്ലോ. ഒക്കെ തിരിച്ചു പോയി ഗ്ലാസ് വയ്ക്കാം. ഇപ്പൊ കിട്ടിയ മൊത്തം 41 സ്റ്റോൺ ഉണ്ട്. നമുക്കേ ഇവിടുന്ന് ഒരു 4 തൂണ് ചുമ്മാ കെട്ടി വെച്ചാലോ. കെട്ടി വെച്ചിട്ട് അതിന് ഇവിടെ മേളിൽ ഇരിക്കുന്ന ഒരു പാക്കി സെറ്റ് ചെയ്യാലോ. അവിടെ എനിക്ക് എക്സ്ട്രാ ഐഡിയ ഉണ്ട്. ഇതൊക്കെ അണ്ടർഗ്രൗണ്ട് ഇതിന്റെ മണ്ടയിൽ മൊത്തം ഗ്ലാസ് വെച്ച് മൂടാം. എന്നിട്ട് ഇവിടെ ഒരു പൊക്കൽ വീട് പോലെ സെറ്റ് ചെയ്തിട്ട് അതിന്റെ അകത്ത് നമ്മൾ ഈ കത്തിലും അതൊക്കെ വെച്ചിട്ട് ഇത് അണ്ടർഗ്രൗണ്ട് ആക്കിയാൽ പോലെ. ഈ ചെസ്റ്റ് ഒക്കെ ഇരിക്കുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് എന്താ സീഡ് ഫാം കാര്യങ്ങൾ ചെയ്യാം. ഫാമിന്റെ വെളിയിൽ ചെയ്യാൻ താല്പര്യമില്ല. അകത്തും ചെയ്യാം. നമ്മളോട് ചെയ്യാം. ഫാം അങ്ങനെ സെറ്റ് ചെയ്തിട്ട് എന്താ പറയാ അങ്ങനെ ചെയ്താൽ പോലെ. അത് നല്ലൊരു ഐഡിയ ആണോ? നല്ലൊരു ആണോ എന്ന് അറിഞ്ഞാ നിങ്ങൾ പറ. ഗൈസ് എന്താ എടുക്കാൻ പറ്റാത്ത ഓരോ നടത്തിട്ട്. ഓക്കെ 16 ഇപ്പത്തൊന്ന് എത്ര കിട്ടും? 31 16. ഓക്കെ 32 കിട്ടി. ഒന്നുപോലും വേസ്റ്റ് ആവുന്നുണ്ട്. നമ്മളിപ്പോൾ ടോട്ടൽ 2 ഗ്ലാസ് വേസ്റ്റ് ആക്കി.
നമ്മൾ ഒരു സ്റ്റാക്ക് എന്താ പറയണം സാൻഡ് എടുത്തായിരുന്നു. അതിൽ നിന്ന് നമുക്ക് ഒരു ഇതെടുത്തിട്ട് നമുക്ക് ടോട്ടൽ കുറെ കിട്ടി. അതിൽ 2 നമ്മൾ വേസ്റ്റ് ചെയ്തു. ഇനി ബാക്കി 14 ഓർഡർ ഞാൻ 14 കണ്ടത് എനിക്ക് ഓർമ്മയില്ല. ഓക്കെ തീർന്നു 17 ഉണ്ട്. 17 ഓ 17 നമുക്ക് കോഴിക്കോട് നമുക്ക് വീണ്ടും ഓക്കെ ശവൽ ഉണ്ടാക്കിയിട്ട് പോവാം. അതാണ് നല്ലത്. അവിടെ ഇവിടെ അടച്ചു വയ്ക്കാം. അതാണ് നല്ലത്. ഓക്കെ അവിടെ ഓപ്പൺ ആക്കണം. ഇങ്ങനെ കെട്ടിയാ മേളിൽ ഗ്ലാസ് ഉണ്ട്. എന്നാലും ഇങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് പോയിട്ട് ഇതുണ്ടാക്കാം. ഷവൽ ഉണ്ടാക്കി ഗൈസ്. ഇനി പോയിട്ട് നമുക്ക് സാൻഡ് വരാം. ഇനി ഒരു സ്റ്റാക്ക് വേണ്ടി വരൂല. ഇവിടെ ബി ഉണ്ടല്ലോ. നമുക്ക് പോയി ഇതൊക്കെ എടുക്കട്ടെ. ഇനി ഗൈസ് നമുക്ക് ഇതൊക്കെ എല്ലാം കളക്ട് ചെയ്തിട്ട് കാണാം. ഇനി മേലെ സാൻഡ് നമ്മളിപ്പോൾ എടുത്ത് ഷവൾ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ആമക്കൂട്ടാ ഗൈസ്. പിന്നെ നമുക്ക് ക്ഷാമമാണ്. തൽക്കാലത്തേക്ക് നമുക്ക് ഇവനാക്കാം. അവിടെ നില്ലടാ അവിടെ. ഓക്കെ നമുക്ക് അവനടിച്ച് എടുത്തിട്ടുണ്ട്. നമ്മളെ വീട് നോക്കട്ടെ. വീട് ഇവൻ തുപ്പ്. ഇവൻ മറ്റേ സാധനം തുപ്പ് കറങ്ങിപ്പോ. നമുക്ക് ഈ കോൾ എടുത്തിട്ട് ഇതിലോട്ട് ആഡാക്കാം. നമുക്ക് ഇതൊന്നും ഒരു 4 എണ്ണം കിട്ടിയിട്ട് ഒരു 3 എണ്ണം കിട്ടി. 2 എണ്ണം സോറി എന്തിനൊക്കെ ഞാൻ പറയണം. 4 എണ്ണം കിട്ടിയിട്ട് നമുക്ക് നോക്കാം. അതുവരെ നോക്കിയിരിക്കട്ടെ. ഞാൻ പറയണത് ഗൈസ്, പിന്നെ ഈ വീഡിയോ ലൈക്ക് ടാർഗറ്റ് ഞാൻ ആദ്യം പറഞ്ഞ 20ആണ്. ഇതിന്റെ സെക്കൻഡ് എപ്പിസോഡ് വേണമെങ്കിൽ താഴെ കമന്റ് ഇടാം. ഞാൻ പറഞ്ഞത് ഇവിടെ നിന്ന് ഒരു 4 തൂണ് പൊക്കത്തിന് ഇവിടെ സാധാരണ ഒരു വീട് പോലെ സെറ്റ് ചെയ്താലോ ഇതിന്റെ മണ്ടേ തന്നെ. അപ്പോൾ കുറച്ചും കൂടി നമുക്കൊന്ന് അറിയാൻ പറ്റും. കുത്തനെ പൊക്കാൻ്റെ ആവശ്യം വേണ്ട. ചെറുതായിട്ടൊരു നല്ലൊരു ഭംഗിയൊക്കെ സെറ്റ് ചെയ്തിട്ട് അവിടെ കട്ടിലിട്ട് കുറെ ജസ്റ്റ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇവിടെ എന്തുകൊണ്ട് ഒരു ഇതും കൂടി സെറ്റ് ചെയ്താലോ. എന്നിട്ട് താഴെ ഈ 2 റൗണ്ടിന്റെ ഏരിയ പോലെ എന്തു പറയുന്നു? നിങ്ങൾ എന്തായാലും താഴെ അത് കമന്റ് ഇട്. ഓക്കെ നൈറ്റ് ആവാറായി. ജി കടന്നുറങ്ങടാ. അത്രേ ഉള്ളൂ. ഇപ്പൊ തന്നെ എത്ര ഡേ ഉറങ്ങി പോലും നിൽക്കാറുകൂടാ. ഇത് വയ്ക്കാൻ നേരത്തിന് 2 തവണ നമ്മൾ ഉറങ്ങി. പിന്നെ ഉള്ളത് വച്ച് കഴിഞ്ഞിട്ട് 3 4 നോക്കട്ടെ എത്ര ഗ്ലാസ് ആയി. 8 എണ്ണമായി. അതെ 2 എണ്ണം വെറുതെ പക്ഷേ നമുക്ക് നോക്കാം. ഓക്കെ ഈ 32 കോളിൽ ഇപ്പൊ തന്നെ ഒരു കോൾ എത്ര ഗ്ലാസ്സിൽ നോക്കട്ടെ. ഇത് കോളിൽ 32 അവിടെ 3 എണ്ണം വരും നമുക്ക്. ഓക്കെ 3 എണ്ണം വരും. 3 4 ഓക്കെ 4 എണ്ണം വരും. ഓക്കെ ഒരു കോളിൽ നിന്ന് നമുക്ക് 4 ഒരു കോളിൽ നിന്ന് നമുക്ക് എത്ര നോക്കട്ടെ. സാൻഡ് എത്ര പോകും നോക്കട്ടെ. സാൻഡ് തന്നെ പോകുള്ളൂ. സാൻഡ് തന്നെ പോകുള്ളൂ. ഓക്കെ ആയിരം മതി. 1 2 3 4 5 6 മുടിഞ്ഞ് ഒരു 6 കൂടി കിട്ടിയാ പെർഫെക്റ്റ്. 6 നോക്കട്ടെ ഇപ്പൊ. ഓക്കെ 4 ഓക്കെ ഓക്കെ ഇനി 5 6 കുറച്ച് മതി. ഒരുപാട് നമുക്ക് ഗ്ലാസ് വേണ്ട. പിന്നെ ഗ്ലാസ് നമുക്ക് ആവശ്യം വരും. നമ്മൾ നിങ്ങളെ കമന്റ് അനുസരിച്ച് നമുക്ക് വീട് നമുക്ക് മേലോട്ട് പൊക്കണോ വേണ്ടി നിങ്ങൾ കമന്റ് ഇടാം. അങ്ങനെ മേലോട്ട് ഒരു വിൻഡോ സൈഡിൽ വെക്കേണ്ട ആവശ്യം വരും. അപ്പൊ നമുക്ക് വെക്കാം. ഇപ്പൊ തന്നെ ഇവിടെ നല്ല ലെങ്ത് ഐസ്. നമുക്ക് 3 എണ്ണം കിട്ടി ഗ്ലാസ്. 1 2 3 ഇതിനകത്ത് 3 എണ്ണം കൂടി 6 എണ്ണം ഞാൻ പറയില്ല 6 എണ്ണം കൂടി വെച്ച് 2 ഓക്കെ 1 എണ്ണം കൂടി കിട്ടിയാൽ മതി. ഒറ്റ എണ്ണം കിട്ടി ഗൈസ്. അങ്ങനെ നമ്മൾ ഗ്ലാസ് ഇട്ട് തീർന്നു. നമ്മളുടെ വീട്ടിൽ നിന്ന് നോക്കട്ടെ. കൊള്ളാം അല്ലേ? നമുക്കുണ്ട് കൊള്ളാം. ഇതിങ്ങനെ ഇടുന്നത് അത്ര സേഫ് അല്ല. ഇവിടെ വീട് സെറ്റ് ചെയ്യാം. എന്ത് പറയുന്നു? ഈ ഈ ഈ ഒരു ഭാഗം പൊളിച്ച് കളഞ്ഞിട്ട് ഇവിടെ നമുക്ക് വീട് സെറ്റ് ചെയ്യണോ വേണ്ട നിങ്ങൾ കമന്റ് ഇടാം. പൊളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഡോർ വയ്ക്കണോ വേണ്ട. അപ്പുറത്ത് ഈ സൈഡിലൂടെ ഡോർ വയ്ക്കണം. ഇവിടെ ഡോർ വെച്ച് ഡോർ ഇറങ്ങുന്നത് നേരെ അണ്ടർഗ്രൗണ്ടിൽ പോകും. അങ്ങനെ പോവണ്ട നമുക്ക്. സോ ഇവിടെ ഡോർ വയ്ക്കാം. നമുക്ക് ഇവിടെ വയ്ക്കാം. ഈ മരമൊക്കെ നമുക്ക് വെട്ടിക്കളയാം. അവിടെ മറ്റേ സാധനം നിന്റെ പെറ്റ് എന്തിയേ? എന്താ കളഞ്ഞ? അവ ചത്താളാ നിന്റെ പെറ്റ്? അവിടെ വേറെ ആണോ? ട്രേഡ് ചെയ്ത് നോക്കട്ടെ. അവൻ തന്നെയാണ്. അവിടെ ഓടുന്നടാ. നീ പോ. എന്ത് ചെയ്യാ? പേടിയാണ് നമ്മളെ.
ഓക്കെ, നിങ്ങൾ താഴെ കമന്റ് ഇടും, ഞാൻ മണ്ടയിൽ വീട് പോലെ കെട്ടി സെറ്റ് ചെയ്യണോ അതോ ഇങ്ങനെ തന്നെ മതിയോ. നിങ്ങൾ എന്തായാലും താഴെ കമന്റ് ഇടും. അപ്പൊ ഗൈസ്, നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. നമ്മളെ മൈൻക്രാഫ്റ്റ് സർവൈവൽ സീരീസ് എപ്പിസോഡ് 1 കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ അത്യാവശ്യം ലോങ് ആയി തോന്നുന്നു. നമ്മൾ ഇന്നൊരു വീടും കാര്യങ്ങളൊക്കെ വെച്ചു. അതാര് കഥയും കാര്യങ്ങളും വീടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മേലെ നിങ്ങൾക്ക് വെക്കണം നിങ്ങൾ താഴെ കമന്റ് ഇടും. അപ്പൊ നമുക്ക് വേറൊരു മൈൻക്രാഫ്റ്റ് എപ്പിസോഡ് അല്ലെങ്കിൽ വേറൊരു വ്ളോഗ് ഓർ ഗെയിമിംഗ് വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് ഗെയിം പ്ലേ. വേറൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.